ഹായ്. എന്നാ ഉണ്ട് ചൂട്? എങ്ങനെയുണ്ട് എല്ലാവർക്കും? വ്ളോഗൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് വിശേഷം? പിന്നെ ഞാനൊരു മീൻ മേടിച്ച്, ഇച്ചിരി വരാൽ മേടിച്ച്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയ ഫസ്റ്റ് ടൈമിൽ ഞാൻ റെസിപ്പി ഇട്ടത് വരാൽ കറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസമായി. അത് കഴിഞ്ഞാണ് ഇപ്പോഴാണ് ഞാൻ വരാൽ മേടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചാണ്, വ്ളോഗ് ഇടാമെന്ന് വെച്ചാണ്. എല്ലാവരും ചൂടത്തെ ധാരാളം വെള്ളം കുടിക്കുക, ഓരോ മണിക്കൂർ വിട്ട് വെള്ളം കുടിക്കുക. പറയുന്നത് പസഫിക് സമുദ്രത്തിൽ ഭയങ്കര വെള്ളത്തിന് ചൂട് ആയിട്ടാണ് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അത് ഭയങ്കര ഒരു ഇതായിട്ടാണ്. ഇപ്പം മെയ് മാസം വരെയും ചൂടാണെന്നാണ് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം എല്ലാവരും. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം നോക്കാം. ഞാൻ ഒരു വരാൽ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഞാൻ കഷ്ണിച്ച് വെച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് കറി വെച്ചാലോ. അതിന് വേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ട്, കരിവേപ്പിലയുണ്ട്. അപ്പം നമുക്കിനി തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ച് നമുക്കിനി എണ്ണ ഒഴിക്കാം. വരാലുകളില്ലേ അപ്പം നല്ല എണ്ണയിലിരിക്കും. അപ്പം നമുക്ക് ചട്ടി ഒന്നിതാകും. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടത് എണ്ണ ചൂടാണ്. കുറച്ച് ഉലുവ ഇടാം. ഉലുവ വേണം. നമുക്ക് കുറച്ച് കടുകിടാം. അതൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി നമുക്കിനി കരിവേപ്പില ഇടാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. നമുക്ക് പച്ചമുളക് ഇടാം, ഇഞ്ചി ഇടാം. ഉണ്ടാവട്ടെ. അത് ഏകദേശം ഒന്ന് വഴഞ്ഞ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടി നമുക്കിനി കാശ്മീരി മുളക് പൊടി ഇടാം, 2 സ്പൂണ്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. പിന്നെ കുറച്ച് കാശ്മീരി അതും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടി ഇത്ര ഇട്ടു. നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം. നമുക്കിനി അതൊന്ന് വഴറ്റാം. അപ്പം നമ്മുടെ ഇതായി. നമുക്കിനി ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതൊന്ന് കീറി ഇതിനകത്തോട്ട് ഇടാം. പുളിവെള്ളമാണ്. നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. അല്പം ഉപ്പിടാം. ഒന്ന് തിളക്കട്ടെ. കറി തിളച്ച് നമുക്ക് ആദ്യം വരാലിൻ്റെ തലയിടാം. ഓരോ കഷ്ണമായിട്ട് ഇടാം.
പിന്നെ അടച്ചു വെക്കാം, തിളക്കട്ടെ. നമ്മുടെ മീൻകറി തിളച്ച് ചുറ്റാം, ഇനി തിളക്കട്ടെ. കുറച്ച് കരിവേപ്പില ഇട്ട്, എത്ര കരിവേപ്പില ഇട്ടാലും മതിയാവും. പിന്നെ നമുക്ക് ഇച്ചിരി മുളക് കറിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച്, തേങ്ങാപ്പാലാകുമ്പോൾ അടിപൊളി. കുറച്ച് ഒരു മുറി തേങ്ങയുടെ പാലാണ്. തളിച്ചോട്ടെ. എൻ്റെ മീൻകറി റെഡിയായി. ഒരാലുകറി റെഡിയായി. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാണ്. ഇളക്കണ്ട, അടിപൊളിയാണ്. ഇവിടെ മുളക് പിടിക്കട്ടെ. ഓക്കെ, ബായ്.